ഹായ്, കേസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പച്ചമാങ്ങ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ പച്ചമാങ്ങ കറി ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടേ ഒരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്ലേറ്റ് നിറയെ ചോറുണ്ണാൻ ഇത് മാത്രം മതിയേ. ഈ ഒരു സ്പെഷ്യൽ പച്ചമാങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 പച്ചമാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതിനെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം. ഈ മാങ്ങയുടെ തൊലിക്ക് ചെറിയൊരു കയ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തൊലിയൊക്കെ ചെത്തി മാറ്റണത്. നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ തൊലി കയ്പില്ലാത്തതാണെങ്കിലേ തൊലിയോട് കൂടി എടുക്കുകയാണ് കേട്ടോ നല്ലത്. ഇനി ഇതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാൻ അത്യാവശ്യം നീളത്തിലാണ് കേട്ടോ കഷ്ണങ്ങളാക്കി എടുക്കണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ കേട്ടോ. എന്നാലേ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈ ഒരു പച്ചമാങ്ങ കറി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മാങ്ങ 2 ഇതേപോലെ നീളമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടേ. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. ഞാനിതിലേക്ക് അത്യാവശ്യം എരിവുള്ള 3 പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില. ഇഞ്ചിയും ചുവന്നുള്ളിയെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പച്ചമുളക് ഞാനേ കുറച്ച് നീളത്തിലാണ് മുറിച്ചിടണത്. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിലേ 2 പച്ചമുളകും കൂടി ചേർത്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലേ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാമേ. ഇവിടെ കുട്ടികൾക്ക് ഈ ഒരു കറിയുടെ കൂടെ വെളുത്തുള്ളി ചേർക്കണത് ഇഷ്ടമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തത്. ഞാനിന്നേ ഒരു മൺചട്ടിയിലാണ് പച്ചമാങ്ങ കറി ഉണ്ടാക്കണത്. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായതിനു ശേഷം നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴന്നു വരുന്ന സമയത്തെ നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ച പച്ചമാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വേവിച്ചെടുക്കാനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾക്കിതൊന്ന് അടച്ചു വെക്കാം. മാങ്ങാക്കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുമായിരിക്കും. എന്നാലും ഞാൻ ഇതിൽ ചേർക്കുന്ന ചേരുവ കൂടി ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിലേ അത് സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. വലിയ മാങ്ങയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിലേ ഒന്നെടുത്താൽ മതിയാകും കേട്ടോ ഈ ഒരു ടൈപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മാങ്ങയൊക്കെ നന്നായിട്ട് പഴുത്തിട്ട് വേണേ കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ. അത്യാവശ്യം നല്ല കട്ടിയിലാണ് കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കണത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കണത്. ഒരു 10 മിനിറ്റ് മതി കേട്ടോ ഈ മാങ്ങയൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. മാങ്ങ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും നല്ല ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാങ്ങയൊക്കെ വെന്ത് വരുന്ന ഈ ഒരു സമയത്തെ ഞാനിതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ചേരുവ ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ നിറയെ ശർക്കര പൊടിച്ചതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത്. ഈ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ മാങ്ങാക്കറി അതിൻ്റെ ഒരു പ്രത്യേക രുചിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ പച്ചമാങ്ങാക്കറി ഉണ്ടാക്കുമ്പോഴേ ഈ ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. ഈ ഒരു മാങ്ങാക്കറി ശർക്കര ചേർത്ത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലേ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുതേ. പഴുത്ത മാങ്ങ കൊണ്ടേ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല കേട്ടോ ഈ പച്ചമാങ്ങ കറിക്കും നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഒന്നുകൂടി കളറ് കൂടുതൽ കിട്ടണമെങ്കിലേ എരിവുള്ള മുളക് പൊടിക്ക് പകരം കാശ്മീരി മുളക് പൊടി കൂടുതൽ എടുത്തോളൂ കേട്ടോ. വീട്ടിലെ റിനോവേഷൻ വർക്കുകളായിട്ട് ബന്ധപ്പെട്ടിട്ടേ മുറ്റത്തെ മാവൊക്കെ മുറിച്ച് കളഞ്ഞു കേട്ടോ. ഈ മാങ്ങ അടുത്ത വീട്ടിൽ നിന്നും കിട്ടിയതാണേ. അപ്പം നിങ്ങൾ ഈ മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോഴേ അധികം പുളിയുള്ള മാങ്ങ ഇതിന് എടുക്കാണ്ടിരിക്കേണ്ടതാണ് കേട്ടോ നല്ലത്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? നിങ്ങൾക്കെല്ലാവർക്കും ബുക്ക് ചെയ്ത ഉടനെ തന്നെ ഗ്യാസ് സിലിണ്ടർ കിട്ടുന്നുണ്ടോ? ഇവിടെയൊക്കെ 30 ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഒരു സിലിണ്ടർ കിട്ടണത്. ഞാനിടയ്ക്കൊക്കെ ചോറും കറിയും വെക്കണത് വിറകടുപ്പിലാണേ. അതുകൊണ്ട് കുറച്ച് ദിവസം ഗ്യാസ് കിട്ടാൻ വൈകിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മുടെ പച്ചമാങ്ങ കറിയിലേക്ക് ഒരു താളിപ്പും കൂടി ചേർക്കാനുണ്ടേ. അതിനുവേണ്ടി ഒരു പാത്രം ഞാൻ സ്റ്റവിൽ വെക്കുകയാണേ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പം കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ പച്ചമാങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളിയും കുറച്ച് ഉലുവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്ക് ഉലുവയുടെ ചുവ ഇഷ്ടമില്ലാത്തതുകൊണ്ടേ ഞാൻ ഉലുവ ഇടണില്ല കേട്ടോ. അപ്പോൾ ശർക്കര ചേർത്ത് നമ്മുടെ സ്പെഷ്യൽ പച്ചമാങ്ങ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ടേ. ഇപ്പം സമയം 12 മണി ആയതേ ഉള്ളേ. പക്ഷേ ഈ പച്ചമാങ്ങാക്കറി കണ്ടപ്പോഴേ എനിക്ക് വായിൽ വെള്ളം വരികയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ചോറ് കഴിക്കുകയാണേ. നിങ്ങളെല്ലാവരും ചോറ് കഴിച്ചോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.